നീണ്ട 20 വർഷങ്ങൾ ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ നല്ലൊരു പങ്ക് മുഴുവൻ അന്യനാട്ടിലെ ഇരുമ്പഴിക്കുള്ളിൽ ഹോമിക്കപ്പെടുക. ഒടുവിൽ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിന്റെയും ആ കണ്ണീർ കടൽ താണ്ടി അബ്ദുൾ റഹീം സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകിയ ഒന്നാണ്. ഇത് വെറും ഒരു മടങ്ങിവരവല്ല, ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് പൊരുതി നേടിയെടുത്ത കരുതലിന്റെ കഥയാണ്. ഈ 20 വർഷവും കണ്ണീരോടെ പ്രാർത്ഥനയോടെ മാത്രം കഴിഞ്ഞ ഉമ്മയുണ്ട് ഇവിടെ. പാത്തുമ്മ എന്ന ഈ പാവം ഉമ്മ മകൻ ജയിലറക്കുള്ളിൽ കിടന്ന ഓരോ ദിവസവും ആ ഉമ്മയ്ക്ക് ഓരോ യുഗങ്ങളായിരുന്നു. മകന്റെ ജീവന് വേണ്ടി ലോകത്തോട് മുഴുവൻ കൈനീട്ടിയ ഒടുവിൽ റഹീമിനെ നെഞ്ചോട് ചേർക്കാൻ കഴിഞ്ഞ ആ നിമിഷം പാത്തുമ്മ ഉമ്മയുടെ കണ്ണീർ കടൽ ഒടുവിൽ ഒരു പുഞ്ചിരിക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇനി ആ ഉമ്മയ്ക്ക് കണ്ണീർ തൂവുന്ന ദിനങ്ങളില്ല. ഇനി റഹീമിനെ എങ്ങോട്ടെങ്കിലും വിടുമോ ഉമ്മ എന്ന് പാത്തുമ്മ ഉമ്മയോട് ചോദിച്ചപ്പോൾ പാത്തുമ്മ ഉമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇനി എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങോട്ടും വിടില്ല, ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊണ്ടാക്കിയാൽ മതിയെന്ന്. ആ വാക്കിൽ മരണം വരേക്കും തന്നെ എൻ്റെ പൊന്നുമക്കളുടെ കൂടെ എനിക്ക് ജീവിച്ച് മരിക്കണം എന്നുള്ള ഉമ്മയുടെ ആശ ഉമ്മ പങ്കുവച്ചു. നാട്ടിലെത്തിയ റഹീമിനോട് പലരും ഗൾഫിലെ ആ കഠിനമായ ജയിൽ അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഇരുണ്ട ആ അഴിക്കുള്ളിലെ ദിനങ്ങളെക്കുറിച്ച് ഓർക്കാൻ പോലും റഹീം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഇനി അതെല്ലാം മറക്കാം. അങ്ങനെ റഹീം പറയാം കാരണം അതൊക്കെ കഠിനമായ ദിനങ്ങളെക്കുറിച്ചുള്ള പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ മാത്രമായിരിക്കാം. ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം. അതെ, കടന്നുപോയ ദുരന്തങ്ങളെയെല്ലാം ഒരു പേടി സ്വപ്നം പോലെ മറക്കാനാണ് റഹീം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത്രമേൽ ആഴത്തിലുള്ള മുറിവുകളാണ് ആ 20 വർഷങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അതല്ലെങ്കിലും അത് എത്ര വലിയ പരീക്ഷണ ഘട്ടമാണ്. 18 വർഷം മരണത്തെ കാത്താണ് റഹീം ആ ജയിലർക്കുള്ളിൽ കഴിഞ്ഞത്. തന്നെ രക്ഷിച്ചെടുക്കുവാൻ ആരും വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്ന നേരത്ത് ആകെ റഹീമിനുണ്ടായിരുന്ന കൂട്ട് തൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് 2 വർഷം മുമ്പ് പാത്തുമ്മ ഉമ്മ തൻ്റെ മകനെ രക്ഷിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ആദ്യം ആരും ഈ പാവം ഉമ്മയെ ശ്രദ്ധിച്ചില്ല. അവസാനം റഹീമിൻ്റെ വധശിക്ഷ അടുത്തു വരുന്ന ഘട്ടത്തിൽ ഉമ്മയുടെ ആ മാതൃസ്നേഹം കണ്ട ഓരോ മലയാളിയും ഒരു നേരം പകച്ചുപോയി. തീർച്ചയായും റഹീമിനെ ഉമ്മയുടെ അരികിലേക്ക് എത്തിക്കണമെന്ന് മലയാളികൾ തീരുമാനിച്ചു. അവരത് ആ പുണ്യപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറി. തീവ്ര പരിശ്രമത്തിനിടയിലും റഹീം നാട്ടിലേക്ക് എത്താത്തത് വീണ്ടും പലരുടെയും പ്രതീക്ഷകളെ തല്ലിച്ചതച്ചു. എന്നാൽ എല്ലാ കടമ്പകളും കടന്ന് ഊരാക്കുരുക്കുകൾ മുറിച്ചു മാറ്റി റഹീം ഇപ്പോൾ നാട്ടിലേക്കെത്തി. ഇനി എന്താണ് റഹീമിന്റെ അടുത്ത പ്ലാൻ? ഇനി ഒരു വിവാഹമെല്ലാം കഴിക്കേണ്ടേ എന്ന് റഹീമിനോട് ചോദിച്ചപ്പോൾ റഹീം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അതെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതെല്ലാം മറക്കാം. ഇനിയൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാം. ഒരു വിവാഹം കഴിക്കണം. സാധിക്കുമെങ്കിൽ ഒരു യത്തീം കുട്ടിയെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടണം എന്നാണ് ആഗ്രഹം. 20 വർഷം നരകയാതന തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു അനാഥയായ പെൺകുട്ടിക്ക് തണലാകണം എന്ന് ചിന്തിക്കാൻ റഹീമിന് മാത്രമേ കഴിയൂ. ആ വാക്കുകൾ കേട്ട് ഉമ്മ പാത്തുമ്മയുടെയും നാട്ടുകാരുടെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞു. ആ ജയിൽ ദിനങ്ങളുടെ ഓർമ്മകൾ അദ്ദേഹത്തെ ഇനിയും വേട്ടയാടിയേക്കാം. എങ്കിലും ഉമ്മയുടെ സ്നേഹവും നാടിൻ്റെ പിന്തുണയും പുതിയൊരു ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കട്ടെ. യത്തീമായ ഒരു പെൺകുട്ടിക്ക് തണലായി ഉമ്മയുടെ കൂടെ റഹീമിൻ്റെ വരും ദിനങ്ങൾ സന്തോഷമുള്ളതാകട്ടെ. ഉമ്മാക്കും മകനും ഏറെ കാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.